ഇറാനിൽ അതിശക്തമായ ആക്രമണം തുടർന്ന് അമേരിക്ക. ഇറാൻ മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങളിലും വിക്ഷേപണ കേന്ദ്രങ്ങളിലുമാണ് US ആക്രമണം നടത്തിയത്. ഉപരോധം ലംഘിച്ച് ഇറാന്റെ ഖർക്ക് ദ്വീപിലേക്ക് കടക്കാൻ ശ്രമിച്ച ടാങ്കർ കപ്പലിന് നേരെയും US സെൻട്രൽ കമാൻഡ് ആക്രമണം നടത്തിയിട്ടുണ്ട്. അതേസമയം കുവൈറ്റ്, ബഹ്റിൻ എന്നിവിടങ്ങളിലെ US സൈനിക കേന്ദ്രങ്ങളിലേക്ക് ഇറാനും ആക്രമണം നടത്തി. വിവരങ്ങളുമായി ഐസൻ ജോസ് ഉണ്ട് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന്. ഐസൻ, അമേരിക്ക സൈനിക നടപടി കടുപ്പിക്കുന്ന ഘട്ടമാണ്. ഒപ്പം തന്നെ ഇറാൻ പ്രകോപനത്തിന് കുറവുമില്ല. എങ്ങനെയാണ് സാഹചര്യങ്ങളുടെ പോക്ക്? പശ്ചിമേഷ്യയിൽ സമാധാനം ഒരുപാട് അകലെയാണല്ലോ. തീർച്ചയായും രാഖി, പശ്ചിമേഷ്യൻ സമാധാനം ഒരുപാട് അകലെ എന്നതിനപ്പുറം പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷ കലുഷിതമാകാനുള്ള സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ നിരീക്ഷിക്കപ്പെടേണ്ടത്. അതിനുള്ള സാധ്യത, അതായത് തുടർച്ചയായ ആക്രമണങ്ങൾ US സെൻട്രൽ കമാൻഡിൻ്റെ ഭാഗത്ത് നിന്ന് ഇറാനെതിരെ ഉണ്ടാകുന്നു. ഇറാൻ സ്വാഭാവികമായും തിരിച്ചടിക്കുന്നു. USൻ്റെ പശ്ചിമേഷ്യയിലെ പല സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയും ആക്രമണം നടത്തുന്നു. ജോർദാനിലേക്കൊക്കെ ആക്രമണം നടത്തുന്ന സാഹചര്യമുണ്ട്. നേരത്തെ ഉണ്ടായതിനേക്കാൾ, അതായത് ഇപ്പോൾ സമാധാന ധാരണയ്ക്ക് ശേഷമുണ്ടാകുന്ന സംഘർഷത്തിനെ സംബന്ധിച്ചിടത്തോളം ജോർദാനിലേക്കൊന്നും ആക്രമണം നടത്തിയിരുന്നില്ലെങ്കിൽ ഇപ്പോൾ ജോർദാൻ ഉൾപ്പെടെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള 2 തവണ ആക്രമണം നടത്തിയ ഒരു സാഹചര്യം പോലും ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അത്തരത്തിലുള്ള നീക്കങ്ങൾ ഇറാൻ്റെ ഭാഗത്തു നിന്നും തുടരുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല, ഏറ്റവും നിർണായകമായ പഴയ സാഹചര്യങ്ങൾ തന്നെ, അതായത് പല രീതിയിലും ഇറാനെ സമാധാന ധാരണയ്ക്ക് നിർബന്ധിക്കുന്നൊരു നീക്കം നടത്തുന്നതിൻ്റെ ഭാഗമായി ഹോർമൂസിലെ ഇറാൻ പോർട്ടുകൾക്ക് കൃത്യമായ ഉപരോധം ഏർപ്പെടുത്തുന്നതിനുള്ള നീക്കം നടത്തിയിരുന്നു. അത്തരത്തിലുള്ള ഉപരോധം ഏർപ്പെടുത്തുന്നതിനുള്ള നീക്കം നടത്തിയ ഒരു സാഹചര്യം വീണ്ടും പുനഃസ്ഥാപിക്കുന്ന ഒരു രീതി കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഉണ്ടാവുകയും അത് നടപ്പാവുകയും ചെയ്തിരിക്കുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ഖർക്ക് ദ്വീപിലേക്ക് വന്ന ഒരു കപ്പലിന് നേരെ ആക്രമണം ഉണ്ടാവുകയും കപ്പലിന് നേരെ US സൈന്യം കൃത്യമായ നടപടി സ്വീകരിക്കുകയും ചെയ്തത്. കപ്പൽ അവിടെ എത്തിയ ഒരു ഷാഡോ കപ്പലായിരുന്നു. അത് ഹോർമൂസിലെത്തി എണ്ണ കയറ്റാനുള്ളൊരു നീക്കങ്ങളുടെ ഭാഗമായാണ് ഹോർമൂസിലൂടെ സഞ്ചരിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ സഞ്ചരിച്ചപ്പോൾ ഉടൻ തന്നെ അതിനെ ബ്ലോക്ക് ചെയ്യുകയും തുടർച്ചയായി മുന്നറിയിപ്പ് നൽകിയതിന് ശേഷം ബ്ലോക്ക് ചെയ്യുകയും ചെയ്തു എന്നാണ് US സെൻട്രൽ കമാൻഡ് അറിയിച്ചിരിക്കുന്നത്. അത്തരത്തിൽ എണ്ണ വിൽപ്പനയിൽ നിന്നും ഇറാനെ തടയുന്നൊരു നീക്കം, അത്തരത്തിൽ IRGCയുടെ സാമ്പത്തിക വരുമാനം തടയുന്നതിനൊരു നീക്കം, അത്തരത്തിലുള്ള കർശനമായ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് US സെൻട്രൽ കമാൻഡ്. ആക്രമണം തുടരുകയും ചെയ്യുന്നുണ്ട്. ഇന്നലെയും ആക്രമണം നടന്നിരുന്നു, ഇന്നും ആക്രമണം നടന്നിരുന്നു. ആക്രമണത്തിൻ്റെ തോത്, ഒരു ദിവസം 140 ഇടങ്ങളിൽ ആക്രമണം നടത്തിയെങ്കിൽ തൊട്ടടുത്ത ദിവസം താരതമ്യേന കുറവ് കേന്ദ്രങ്ങളിലാണ് ആക്രമണം നടന്നതെങ്കിലും ഇന്നും നടന്നിരിക്കുന്ന ആക്രമണം മിസൈൽ കേന്ദ്രങ്ങളെയും അതുപോലെ തന്നെ സൈനിക കേന്ദ്രങ്ങളെയും മിസൈൽ ലോഞ്ചിങ് സ്റ്റേഷനുകളെയും ഡ്രോൺ ലോഞ്ച് സ്റ്റേഷനുകളെയും ഒക്കെ തന്നെ ലക്ഷ്യം വെച്ചുള്ള ഒരു ആക്രമണമാണ്. ഇറാനെ പൂർണ്ണമായും ദുർബലമാക്കുക, ഇറാൻ്റെ ആണവായുധ ശേഖരം നശിപ്പിക്കാനുള്ള നീക്കങ്ങൾ ഒരേ സമയം നടത്തുക, അതിൻ്റെ ഭാഗമായി പിക്കാക്സ് മലനിരകൾ പിടിച്ചെടുക്കാനുള്ള നീക്കങ്ങൾ നടത്തുക, അത്തരത്തിലുള്ള വിശാലമായ ഒരു നീക്കം സൈനിക നടപടിയുടെ ഭാഗമായി ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരുപക്ഷേ വലിയൊരു ആക്രമണത്തിലേക്ക്, അതായത് ഒരു അന്തിമമായ ഒരു ആക്രമണത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യത അധികം വൈകാതെ ഉണ്ടാകുമെന്ന് തന്നെയാണ് നിലവിലെ സാഹചര്യത്തിൽ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. എന്തായാലും അമേരിക്ക സൈനിക നടപടി ഇങ്ങനെ കടുപ്പിക്കുകയാണ്. ഒപ്പം തന്നെ ഇറാനും പിന്നോട്ടില്ല എന്നുള്ളതാണ്. ഐസൻ ജോസാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വാർത്തകളുടെ വിശദാംശങ്ങൾ, അന്താരാഷ്ട്ര വാർത്തകളുടെ വിശദാംശങ്ങൾ ഇങ്ങനെ നൽകിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക്